വിഷുവിന് കണിവെച്ച ചക്ക വെട്ടിയപ്പോഴുള്ള ചക്കക്കുരുവാണ്. പക്ഷെ ചക്കച്ചുള മൊത്തം പഴുത്തിട്ടില്ല, പച്ചയായിരുന്നു. സോ അപ്പോൾ ഒത്തിരി ചക്കക്കുരു വെട്ടിയിട്ടുണ്ട്. എവിടെയും കുറച്ചിരിപ്പുണ്ട്. നിങ്ങൾ ചക്കക്കുരുവും ചെമ്മീനും കൂട്ടിയിട്ടുള്ള ഒരു ഡിഷായിരിക്കും നിങ്ങൾ ഫേമസ് ആയിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷെ ചക്കക്കുരു ചുമ്മാ വെറുതെ അടുപ്പിലിട്ട് ചുട്ടിട്ട് തിന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ശകലം ഉപ്പ് ഇട്ടിട്ട് പുഴുക്കിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചക്കച്ചുള അത് പഴുക്കാത്തത് കൊണ്ട് നമ്മളതുകൊണ്ട് ചക്ക വരട്ടി കേട്ടോ, വെല്ലമൊക്കെ ഇട്ടൊരു ചക്ക വരട്ടി, അത് നല്ല ടേസ്റ്റാണ്. അത് കാണിച്ചു തരാം. സോ ഇതാണ് ചക്ക വരട്ടിയത്. ചക്കച്ചുള പഴുക്കാത്തത് കൊണ്ട് അത്യാവശ്യം ചക്ക കുറച്ചേ പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളെല്ലാം എടുത്തിട്ട് വെല്ലമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ചക്ക വരട്ടി എടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാ ആൾക്കാർക്കും നമുക്ക് ചക്ക വെട്ടിയിട്ട് മേടിക്കാൻ പറ്റില്ലല്ലോ. വെട്ടിക്കഴിഞ്ഞതിന് ശേഷമല്ലേ അറിയാൻ പറ്റുള്ളൂ അത് പഴുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല ചുളയുണ്ടോ എന്നുള്ളത് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചുളയൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ചക്ക വരട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും.